ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇൻഫിനിറ്റി ലേണിംഗ് സൊല്യൂഷൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സർവനാമിനെക്കുറിച്ചും അതുപോലെ വിഭക്തി പ്രത്യയം ഇതിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് നോക്കാൻ പോകുന്നത്. കാരണം എക്സാം ടൈമാണ്. സോ എക്സാമിന് എന്തായാലും 1 മാർക്ക് 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ മെയിനാണ് സർവനാമം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിലേക്ക് പോവാം. ഇപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന സർവനാമിനെക്കുറിച്ചാണ്. സർവനാമം എന്ന് വെച്ചാൽ എന്താണ്? സർവനാമം എന്ന് വെച്ചാൽ ഹിന്ദിയിൽ പേരുകൾ നമ്മൾ ആവർത്തിച്ച് പറയുന്നതിന് പകരം, അതായത് പേരുകൾ ആവർത്തിച്ച് പറയുന്നത് ഒഴിവാക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത ഒന്നിൻ്റെ പേര് പറയാനായിട്ട്, പേരറിയില്ലല്ലോ, അപ്പോൾ പേരിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ സർവനാമം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പൊതുവെ സർവനാമങ്ങൾ എക്സാമിന് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സർവനാമിനെക്കുറിച്ചാണ് നമ്മൾ ഇപ്രാവശ്യം പഠിക്കാൻ പോകുന്നത്. ഇനി അടുത്തത് വിഭക്തി പ്രത്യയമാണ്. വിഭക്തി പ്രത്യയം എന്ന് വെച്ചാൽ ഹിന്ദി ഭാഷയിൽ നമ്മൾ രണ്ട് വാക്കുകൾ ചേർന്നിട്ട് ഒരു വാക്യം ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ വാക്കുകൾ ചേർന്ന് വാക്യം ഉണ്ടാക്കുമ്പോൾ അതായത് ആ ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്ന ഏതാനും ചില ശബ്ദരൂപങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിഭക്തി പ്രത്യയം എന്ന് പറയുന്നത്. ഓക്കെ, വിഭക്തി പ്രത്യയം എന്ന് വെച്ചാൽ ഹിന്ദി ഭാഷയിൽ രണ്ട് വാക്കുകളെ തമ്മിൽ കൂട്ടിയോജിപ്പിച്ച് വാക്യങ്ങൾ ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്ന ശബ്ദരൂപങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിഭക്തി പ്രത്യയം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സർവനാമങ്ങൾ നോക്കാം. മേം ഞാൻ, തു നീ, തും നിങ്ങൾ, ഹം ഞങ്ങൾ, നമ്മൾ നാം, ആപ് താങ്കൾ, വഹ് അവൻ അവൾ അത് ആ, യഹ് ഇവൻ ഇവൾ ഇത് ഈ, യെ ഇവർ ഇദ്ദേഹം, വേ അവർ അദ്ദേഹം, കോൻ ആര് ഏത്, ജോ ഏതൊരു ഏതൊന്ന് ഏതൊരുവൻ, കോയ് ആരോ ഏതോ, കുച്ച് കുറച്ച്, സോ യാതൊരു യാതൊന്ന് യാതൊരുവൻ. വിഭക്തി പ്രത്യയം നോക്കാം. ने को से, का के की, മേം പർ കെ ലിയെ, ഇതാണ് വരുന്നത്. ഇതിൽ നേ എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല. കോ എന്ന് വെച്ചാൽ ക് ന് ളെ എ എന്നാണ് അർത്ഥം. സേ എന്ന് പറയുമ്പോൾ ഇൽ നിന്ന് കൊണ്ട്, കാൾ ഓട് മുതൽ എന്ന് വരും. ഈ കാ കെ കി എന്ന് വെച്ചാൽ ഡേ ഉടെ ഉള്ള ലേ എന്ന് വരും. അതുപോലെ മേം ഇൽ, പർ മുകളിൽ, മീതെ, കേലിയെ വേണ്ടി, ഇതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഇനി മേം തു യഹ് വഹ് യെ വേ, അതുപോലെ കോൻ കോയ് ജോ, ഇങ്ങനെയുള്ളതിൻ്റെ കൂടെ നേക്കോസെ, കാ കെ കി, മേം പർ കേലിയെ, ഇവ പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ചേരുന്നുണ്ട്. അങ്ങനെയാണ് ഓരോ വാക്കുകൾ ഉണ്ടാവുന്നത്. ഓക്കെ.